ബോബി ചേരിയിൽ എന്ന വ്യക്തി ആണെന്ന് എനിക്കും എല്ലാ ജ്ഞാനായക്കാർക്കും 100% ബോധ്യമാണ്. ഇത്രയും നീചനും ക്രൂരനും നരാധമനും നികൃഷ്ടജീവിയുമായ ഒരാൾ ജ്ഞാനായ പുരോഹിതനായിരിക്കാൻ ഒരു കാരണവശാലും പാടില്ല. ഇയാളുടെ 7 അയലത്ത് പോലും ദൈവസാന്നിധ്യം ഉണ്ടാവില്ല എന്ന് നമ്മുടെ പൂർവികരും ക്രിസ്തീയ ദൈവവിശ്വാസവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിശ്വാസികൾ ഒന്നടങ്കം ഇറങ്ങിയിരിക്കുകയാണ്. ഈ ബോബി ചേരിയിൽ എന്ന് പറയുന്ന നരാധവനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നോബിയെ സഹായിക്കാനായി നോബിയുടെ ചേട്ടനായിട്ടുള്ള പന്നപ്പാതിരി ഉണ്ടല്ലോ, അവൻ 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു വീട്ടമ്മ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തതിൻ്റെ മുഖ്യ കാരണക്കാരനായിട്ട് നമ്മൾ കാണുന്നത് നോബിയാണെങ്കിൽ, പിന്നെ കാണുന്നത് ഈ പറയുന്ന അച്ഛനായിട്ടുള്ള ബോബിയാണ്. ഈ പറയുന്നവൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു കുടുംബത്ത് നല്ല രീതിയിൽ ആ കുടുംബ ബന്ധങ്ങളെ കൊണ്ടുപോകാമായിരുന്നു. അതിനൊന്നും ഇവൻ തയ്യാറായില്ല. ഇവൻ രായ്ക്ക് രാമായണം വന്ന് പള്ളിയിൽ നിന്ന് വിശ്വാസികളോട് കോരം സംസാരിക്കും. വിശ്വാസത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ ക്ലാസ് എടുക്കുന്ന ഒരു നാറിയാണ് ഇവൻ. എന്നിട്ട് ഇവന്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ ഇവന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല, ഇവൻ അതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റിയില്ല. അതുമാത്രവുമല്ല, ഇവൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ പെങ്കൊച്ചും കുട്ടികളും മരിക്കുകയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു പരമ ചെറ്റയാണ് ഇവൻ. ഈ പെങ്കൊച്ചിന്റെ പലയിടത്തെ ജോലികൾ തട്ടിത്തെറിപ്പിക്കാനായിട്ട് മുൻപന്തി നിന്ന ഒരു നാറിയാണിവൻ. ഇവനെതിരെ വിശ്വാസികൾ ഓരോരുത്തരായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ജ്ഞാനായ സഭയിലുള്ള ഓരോ വിശ്വാസികളും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ഒരു വിശ്വാസി, 63 വയസ്സുള്ള ഒരു വിശ്വാസി, ആ പുള്ളിക്കാരൻ ഈ ഷൈനിക്ക് നീതി കിട്ടണമെന്നുള്ള ഒരു കാര്യം കൊണ്ട് ഈ പുള്ളിക്കാരൻ കോട്ടയം മെത്രാന് ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്. ആ ലെറ്ററാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഷൈനിക്ക് കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം, ഈ പന്ന പാതിരിയെ പുറത്താക്കണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ യുവതലമുറകളൊക്കെ മിണ്ടാതിരിക്കരുത്. ഷൈനിക്ക് നീതി കിട്ടാനും ഈ പന്നപ്പാതിരിയെ പുറത്താക്കാനുമായിട്ട് എല്ലാവരും മുൻപന്തിയിൽ നിന്ന് നിൽക്കണം. എന്തായാലും ഈ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി, അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടും കാര്യങ്ങൾ മനസ്സിലാവും. ഇദ്ദേഹം ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് കോട്ടയം മെത്രാനാണ്. നിങ്ങളതൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് നമുക്ക് കാര്യം പറയാം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഏറ്റുമാനൂരിനടുത്ത ട്രെയിനിന് മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഷൈനിയുടെയും 2 കുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് കോട്ടയം രൂപത അഭിവന്യ മെത്രാൻ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് മുമ്പാകെ തികഞ്ഞ ഒരു ജ്ഞാനായക്കാരനായ NC സിറിയക്ക് കുര്യൻ 63 വയസ്സ്, സൺ ഓഫ് ചുമ്മാർ, നീർണാത്തൊട്ടിയിൽ വീട്, വെള്ളത്തൂവൽ, ഇടുക്കി എന്ന ഞാൻ സമർപ്പിക്കുന്ന അപേക്ഷ. വിഷയം: ജ്ഞാനായ സഭയിലെ പുരോഹിതനെന്ന് പറയപ്പെടുന്ന ബോബി ചേരിയിൽ എന്ന വ്യക്തിയെ പൗരോഹിത്യത്തിൽ നിന്നും എന്നേക്കുമായി നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പിതാവെ, ഈ അടുത്ത കാലത്ത് ഏറ്റുമാനൂർ ഭാഗത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണത്തിന് നിയമപരമായ ഉത്തരവാദികൾ ആരൊക്കെ തന്നെ ആയാലും അതിൽ ഏറ്റവും തീക്ഷ്ണമായ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ സഭാ പുരോഹിതൻ എന്നറിയപ്പെടുന്ന ബോബി ചേരിയിൽ എന്ന വ്യക്തി ആണെന്ന് എനിക്കും എല്ലാ ജ്ഞാനായക്കാർക്കും 100% ബോധ്യമാണ്. ഇത്രയും നീചനും ക്രൂരനും നരാധമനും നികൃഷ്ടജീവിയുമായ ഒരാൾ ജ്ഞാനായ പുരോഹിതനായിരിക്കാൻ ഒരു കാരണവശാലും പാടില്ല. ഇയാളുടെ 7 അയലത്ത് പോലും ദൈവസാന്നിധ്യം ഉണ്ടാവില്ല എന്ന് നമ്മുടെ പൂർവികരും ക്രിസ്തീയ ദൈവവിശ്വാസവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇയാൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലോ കുർബാനയിലോ മറ്റെന്തെങ്കിലും സഭാപരമായ ചടങ്ങുകളിലോ ദൈവസാന്നിധ്യ ലേവലേശം പോലും കടന്നു വരില്ല എന്നത് 100% വ്യക്തവും ബോധ്യമാണ്. പ്രകാശമില്ലാത്തയിടത്ത് ഇരുട്ട് വ്യാപരിക്കുന്നത് പോലെ ദൈവസാന്നിധ്യമില്ലാത്തയിടത്ത് പൈശാചിക സാന്നിധ്യം ഉണ്ടാകുമെന്നതും 100% ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ വരും കാലങ്ങളിലായാൽ പോലും ഈ ബോബി ചേരിയിൽ എന്ന നരാധമൻ പുരോഹിത വേഷമണിഞ്ഞ് പങ്കെടുക്കുന്ന ഏതെങ്കിലും ചടങ്ങിൽ അറിയാതെയെങ്കിലും പങ്കെടുക്കേണ്ടി വന്നാൽ ആ പങ്കെടുക്കുന്നവരിലേക്ക് പിശാചിൻ്റെ ഭീകരമായ സാന്നിധ്യം കുടികൊള്ളും എന്ന വിശ്വാസത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ ബോബി ചേരിയിൽ എന്ന വ്യക്തിയെ ജ്ഞാനായ സഭയുടെ പൗരോഹിത്യത്തിൽ നിന്നും എന്നേക്കുമായി നീക്കം ചെയ്ത് ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നെപ്പോലുള്ള ഇതേ വികാരം ഉൾക്കൊള്ളുന്ന ലക്ഷക്കണക്കിന് ജ്ഞാനായ സഭാംഗങ്ങളുടെ ഒരു ആവശ്യമായി കണ്ട് ഇത് എത്രയും വേഗം നടപ്പാക്കണമെന്ന് അങ്ങയോട് ആവശ്യപ്പെടുന്നു. ഇതിന് കാലതാമസം വരികയോ ഈ നീചനെ ഇനിയും ജ്ഞാനായ സഭയുടെ പൗരോഹിത്യത്തിൽ നിലനിർത്തുകയോ ചെയ്താൽ ഇതുപോലെ ലക്ഷക്കണക്കിന് ജ്ഞാനായ സഭാംഗങ്ങളുടെ കത്തുകൾ അരമനയിലേക്ക് പ്രവഹിക്കുകയും അവ പ്രിന്റ് ചെയ്ത് കോട്ടയം രൂപതയുടെ കീഴിലുള്ള എല്ലാ പള്ളി പരിസരങ്ങളിലും, നാൽക്കാവലകളിലും, സോഷ്യൽ മീഡിയകളിലും അതുപോലെ മറ്റെന്തെല്ലാം സാധ്യതകളുണ്ടോ ആ വഴികളിലൂടെ എല്ലാം പ്രചരിപ്പിക്കുമെന്നും അറിയിക്കുന്നു. ഇതിന് കാരണം ഞങ്ങളെ ജ്ഞാനായ കത്തോലിക്കർക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് പകരം പൈശാചിക സാന്നിധ്യം ഒരു കാരണവശാലും കടന്നു വരരുത് എന്ന പൂർവിക പിതാക്കന്മാരും സഭാ നേതൃത്വവും പകർന്നു തന്നിട്ടുള്ള ദൃഢമായ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെന്നും അങ്ങേ അറിയിക്കുന്നു.
എൻ്റെ കറ തീർന്ന ജ്ഞാനായ ശുദ്ധരക്ത പൂർവികർ എൻ്റെ അപ്പൻ ഉഴവൂർ അരീക്കര പള്ളി ഇടവകാംഗവും എൻ്റെ അമ്മ തൊടുപുഴ ചുങ്കംപള്ളി ഇടവകാംഗവും ആയിരുന്നു. ഈ ആവശ്യം പിതാവ് എത്രയും പെട്ടെന്ന് നടപ്പാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാലും മുട്ടയും ചീഞ്ഞളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ദുർഗന്ധമായിരിക്കും എന്നതുപോലെ തന്നെയാണ് ഇത്തരം 2 or 3 പുരോഹിതരോ കന്യാസ്ത്രീകളോ നമ്മുടെ സഭയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സഭ, അതായത് ശുദ്ധരക്ത ജ്ഞാനായ സഭ എന്നറിയപ്പെടുന്ന ഈ സഭ നശിച്ച് നാമാവിശേഷമായി പോകും. അതിനൊരിക്കലും ഞങ്ങളെ പോലുള്ളവരുടെ വിശ്വാസവും ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്ന എല്ലാ ഊർജവും നിലനിർത്തിക്കൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പറയുന്നു, ബോബി ചേരിയിൽ എന്ന ഈ നരാധമനെ ജ്ഞാനായ സഭയുടെ പൗരോഹിത്യത്തിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കുക. കേട്ടല്ലോ, ജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങിയിരിക്കുകയാണ്. ഈ പറയുന്ന പന്നപ്പാതിരിയെ പുറത്താക്കണം, സഭയിൽ നിന്ന് പുറത്താക്കണം. ഈ പറയുന്ന കള്ളപ്പാതിരിക്ക് മുമ്പിൽ പോയി കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുന്ന വിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നാറിയെ സഭയിൽ നിന്ന് പുറത്താക്കണം. ഇതുതന്നെയാണ് ഓരോ വിശ്വാസികളുടെയും ആ ഒരു ആഗ്രഹം. ഇവൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്തു കിട്ടും? ഇവൻ തന്നെ ഒരു കള്ളനാണ്. ഇവൻ പിന്നെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാണ്, എന്ത് നേടാനാണ്? ഇവനെ സത്യത്തിൽ പുറത്താക്കണമെന്നാണ് ഓരോ വിശ്വാസികളുടെയും ആഗ്രഹം. ഇവിടെ ഈ 63 വയസ്സുള്ള ആ ചേട്ടൻ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ആ വികാരം മനസ്സിലായില്ലേ? അതുപോലെ സഭയിലുള്ള ഓരോരുത്തർക്കും, ഓരോ വിശ്വാസികൾക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയും കുർബാന കഴിഞ്ഞതിന് ശേഷം ഷൈനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിശ്വാസികളും രംഗത്തിറങ്ങിയപ്പോൾ അവരുടെ ആഗ്രഹവും ഇത് തന്നെയാണ്. ഇതിന് കൂട്ടുനിന്ന ഈ പറയുന്ന നോബിയെ സപ്പോർട്ട് ചെയ്ത ഈ അച്ഛനെ പുറത്താക്കണം. അതുതന്നെയാണ് ഓരോ വിശ്വാസികളുടെയും ആഗ്രഹം തന്നെ. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.